ഹലോ ഗൈസ്, മെയ്ജോ എഫ് കെ പിലോപ്പി കറിയാണ്. അപ്പോൾ പിലോപ്പി കറി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള പരിപാടി തുടങ്ങാം നമുക്ക്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ അടപ്പ് കത്തിച്ചു, ചട്ടി കയറ്റി, ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണേ ചട്ടി ചൂടായപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു തവി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ടു. 2 സവാള, 5 ചുവന്നുള്ളി, 2 പച്ചമുളക്, 1 തക്കാളി, 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഇളക്കി വാട്ടിയെടുക്കണം. നല്ലോണം ഇളക്കണം. ഇതേപോലെ ഇളക്കി വാട്ടിയെടുക്കണം. നല്ലോണം വാടി വരുമ്പോഴേക്കും നമുക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 1 സ്പൂൺ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് മേടിച്ച് 1 സ്പൂൺ ഇട്ട്. അപ്പോൾ 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1 കുഞ്ഞു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലോണം ഇട്ട് നല്ല മൂപ്പിച്ചെടുക്കും. മൂത്ത് വരുമ്പോഴേക്കും കുടംപുളി 2 എതള് കുടംപുളി അതിലേക്കിട്ട് 1 അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളക്കാൻ വെക്കണം. അപ്പോൾ നേരത്തെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ടിട്ട് ഒന്ന് മീനിൻ്റെ മുകളിലേക്കും സൈഡിലേക്കൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ചാറൊക്കെ ഒന്ന് കോരി ഒഴിച്ചതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചൊന്ന് പിടിപ്പിച്ച്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കണം. മീൻ വേവിച്ചെടുക്കണമല്ലോ മീന. അപ്പം അതിന് മുന്നേ ഇതേപോലെ കോരി സ്പൂൺ കൊണ്ട് ഒന്ന് എരിവും പുളിയൊക്കെ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്ക് സംഭവം തിളച്ച് മീനൊക്കെ വെന്തിട്ടുണ്ട്. പകുതി വേവായിട്ടുള്ളു. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ പാലെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ അപ്പോൾ പാല് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടാകുന്ന നോക്കണം. സ്പൂൺ കൊണ്ടിട്ടൊന്ന് പതിയെ തിക്കി നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാല് ഒഴിച്ച് ഒന്ന് തിളക്കാനായിട്ട് വീണ്ടും മൂടി വെക്കണം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അരമുറി. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ടൊന്ന് ചുറ്റിക്കുക. ഇനി നമുക്ക് സ്പൂണിട്ട് ഇളക്കാൻ പറ്റില്ല. ഇനി സ്പൂണിട്ടാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ആ പാലൊന്ന് തിളക്കാനായിട്ട് നമുക്ക് ഇതുപോലെ മൂടി വെക്കാം. മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിലോപ്പി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി മെയ്ജോ എഫ് കെ.